മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ജന്മദിനം ആഘോഷിക്കുമ്പോൾ മമ്മൂട്ടിയെ പഠിപ്പിച്ച അധ്യാപകൻ നമുക്കെല്ലാവർക്കും സുപരിചിതനായ തോമസ് മാഷ് കെ വി തോമസ് മാഷ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. ആ സമയമൊക്കെ ഓർമ്മയുണ്ടോ? അത് പഠിക്കുന്ന സമയം എനിക്ക് ഓർമ്മയില്ല. കാരണം പിന്നീട് അദ്ദേഹം മലയാളം ആഴ്ചപ്പത്തിൽ എഴുതിയപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചുവെന്നും എന്തായിരുന്നു ആ സംഭവം, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയെന്നും. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇത്രയും വിദ്യാർത്ഥികളെ ഞാൻ അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു അധ്യാപകൻ നിലയിൽ. എന്തെങ്കിലും ബഹളം കുട്ടിയെ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിടിച്ച് പുറത്തു വിടുമെന്ന് പറയും. മമ്മൂട്ടി അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയത്തില്ല. പക്ഷെ മമ്മൂട്ടിയോടുള്ള ബന്ധം വിദ്യാർത്ഥി എന്ന നിലയപ്പോൾ കൂടുതൽ സന്തോഷമായി. പക്ഷെ അതിനപ്പുറത്തൊരു നല്ല മമ്മൂട്ടിയെ പുറത്താക്കിയ അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് ആയിപ്പോ അല്ല അതില്ല. ഇപ്പോഴാണ് മമ്മൂട്ടിയാണ് ഞാൻ പുറത്താക്കിയത്. പക്ഷെ മമ്മൂട്ടിയാക്കണം നല്ലൊരു നടൻ, മാന്യൻ. അദ്ദേഹത്തിന്റെ ലാളിത്യം. ഞങ്ങളൊക്കെ പല ഫംഗ്ഷന് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ 2 മിനിറ്റ് താമസിച്ചാണ് വരിക, മമ്മൂട്ടി നേരത്തെ വരും. അപ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, മാഷ് വന്നോട്ടെ, മാഷ് ഇവിടെ വരുന്നുണ്ട് പരിപാടി. അത് നമ്മുടെ പൊതുവെ എല്ലാ നടന്മാർക്കും, മോഹൻലാലാണെങ്കിലും ജയറാമാണെങ്കിലും. കഴിഞ്ഞ ദിവസം കളമശ്ശേരി ഒരു കാർഷിക മേഖല ഉണ്ടായിരുന്നു. ജയറാമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷെ തിരികൾ തന്നില്ല, മാഷ് കത്തിക്കട്ടെ ആദ്യം. അപ്പോൾ അത് നമ്മുടെ എല്ലാ നടന്മാർക്കും ബഹുമാനവും സ്നേഹവും. മമ്മൂട്ടിയുമായി പിന്നീട് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഏത് കോളേജിൽ വെച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഏത് കാലത്തായിരുന്നു ഇത്? തേവര കോളേജ്. ആദ്യം പ്രീ ഡിഗ്രി തേവര കോളേജിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോയി. മഹാരാഷ്ട്ര പോയതിനു ശേഷം എനിക്ക് ലോ കോളേജിൽ പോയി. പിന്നീട് ഇത് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴൊക്കെ പലതും പറയാറുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നാണ്. അറിയുന്ന പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ മമ്മൂട്ടിയുടെ ഭാര്യയുടെ അച്ഛൻ പിതാവ് നാളെ മരിച്ചപ്പോൾ ഞാനവിടെ പോയിരുന്നു. അവിടുത്തെ യൂണിയൻ്റെ ഒക്കെ സെക്രട്ടറി ആയിരുന്നു. ഈ മമ്മൂട്ടിയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞൊരു പുതിയ ഘട്ടത്തിലേക്ക് വരികയാണ് മമ്മൂട്ടി. അത് ദൈവാനുഗ്രഹമാണ്. എനിക്കത് കാണുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട്. നമുക്ക് കാരണം തലക്കനമില്ലാത്തൊരു സിനിമാ നടൻ, മാന്യനായ സിനിമാ നടൻ, സ്നേഹിക്കുന്ന. നമുക്ക് ശരിക്കും ആ സമയത്ത് മമ്മൂട്ടി ആവും പറഞ്ഞു കുറച്ചുകൂടെ ബഹുമാനം കൊടുക്കാമായിരുന്നു. അതാണ്. പക്ഷെ ഞാൻ വിദ്യാർത്ഥികളോട് അല്പം സ്ട്രിക്റ്റ് ആയിരുന്നു. അത് അന്നത്തെ കാലത്ത് ഒരു ക്ലാസ്സിലൊക്കെ ഞാൻ പറയും, നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല പുറത്തു വെക്കും, ഞാൻ പുറത്തിടും. പുറത്തു. അങ്ങനെ പുറത്താക്കിയ ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അതിലൊരു കൗതുകവും ഒരു ആശ്ചര്യവും തോന്നാം പ്രേക്ഷകർക്ക്. ഏതായാലും തോമസ് മാഷാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ ദില്ലി.